വിഷ്ണുമായ ചാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് കേൾക്കുന്നവർ തന്നെ ഒന്ന് കിട്ടുന്നു. ചാത്തൻ അത്രയും ശക്തനായിരിക്കുന്നൊരു ദൈവം തന്നെയാണ്. ആ ദൈവത്തിന് പേര് കേട്ടാൽ പേടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചില്ലറ കളികളല്ല. അദ്ദേഹത്തിൻ്റെ ശക്തി അപാര ശക്തിയുള്ളതാണ്. ഭഗവാൻ പരമശിവൻ്റെയും കൂളിവാക നല്ലമ്മയുടെയും മകനായ ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ അതിൻ്റെ വിധിപ്രകാരം ഉപാസിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായ കാലം ചെയ്തു പോയിട്ടുള്ളതായ ഗുരുക്കന്മാർ അവരുടെ ഭവനങ്ങളിൽ അത്രയും പ്രാധാന്യത്തോട് തന്നെയാണ് ആ വിഷ്ണുമായ സ്വാമിയെ കുടിവെച്ചിരിക്കുന്നത്. അതിനുള്ള ഉപചാരങ്ങളോടുകൂടി അതിൻ്റെ കൃത്യമായിട്ടുള്ളതായ ലെവലോടുകൂടി ക്ഷേത്രം കെട്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് തക്കതായ തരത്തിലുള്ള തറകളോ ഒക്കെ കെട്ടിയിട്ട് ആണ് അദ്ദേഹത്തിന് ഇരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടുന്നതായ കർമ്മകാര്യങ്ങൾ അതിൽ കൃത്യനിഷ്ഠതയോട് കൂടിയിട്ട് തന്നെ അദ്ദേഹം വാശിക്കാരനാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മതി, എന്നെ കൊണ്ട് ഇന്നത് ചെയ്യാൻ കഴിയുള്ളൂ, അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അപ്പം പറഞ്ഞു വന്നത്, പഴയ കുടുംബങ്ങളിൽ ഒരുവിധം ഹിന്ദു കുടുംബങ്ങളിലൊക്കെ വിഷ്ണുമായുടെ സാന്നിധ്യമില്ലാത്തതായ കുടുംബങ്ങളില്ല. അപ്പം അവർ ആ കാർന്നന്മാർ അന്ന് അതിനു വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. രാവിലെയും വൈകിട്ട് കുളിച്ച് ഭഗവാനെ അതിനോടുകൂടി നിൽക്കുന്നതായ മറ്റു മൂർത്തികളുണ്ടെങ്കിലും അവരെയും വിളക്ക് വയ്ക്കാനും കഴുകാനും കുളിക്കാനും പൂജ ചെയ്യാനും അവരുടേതായ ആ കാര്യങ്ങൾ മാത്രം തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ക്ഷേത്ര കാര്യങ്ങളിൽ വിഷ്ണുമായുടേതായ കാര്യങ്ങളിൽ അവർ വളരെയധികം നല്ല ശ്രദ്ധ വെച്ചിരുന്ന ആളുകളായിരുന്നു. അപ്പം അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക, കുളിച്ച് ശരീരശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക. ആരെയും നുണ പറയുന്നത്, പറ്റിക്കുന്നത്, ചതി, വഞ്ചന ഇതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം ദൈവമാണ്. ആ ദൈവത്തിനെയാണ് നമ്മൾ ഉപാസിക്കുന്നത്. ആ ദൈവത്തിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മളിൽ ഒരുവനെ പോലെ, നമ്മുടെ അച്ഛനെ പോലെ, അമ്മയെ പോലെ, സഹോദരനെ പോലെ അടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കാര്യവും അറിയാം. നമ്മളെ പ്രത്യേകം അദ്ദേഹത്തിനോട് പറയണമെന്നില്ല, സങ്കടം പറയണമെന്നില്ല. അപ്പം നമ്മുടെ നിത്യനിദാനമായ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അത് പുറത്ത് ജോലിക്ക് പോകുന്ന ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ജോലിക്ക് ഭംഗം വരുത്താത്ത തരത്തിൽ അദ്ദേഹത്തിൻ്റെ കാവലുണ്ടായിരിക്കും. ഇനി മാന്ത്രികപരമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നതായ കുടുംബങ്ങളാണെങ്കിലും അപ്പോഴും ഭഗവാന്റെ നിറസാന്നിധ്യം അവിടെ ഉണ്ടാകും. ആര് വന്നാലും കാര്യങ്ങൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷ കൂടാതെ അദ്ദേഹം നടത്തി കൊടുക്കും. അതിന് പ്രത്യേകം ഈ കർമ്മി ഒരു വാക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും. അദ്ദേഹത്തിന് കയറി ചെല്ലാൻ പറ്റാത്ത ഒരു സൗധങ്ങളുമില്ല. കുടിൽ തൊട്ട് കൊട്ടാരം വരെയും, കൊട്ടാരം തൊട്ട് കുടിൽ വരെയും വേല ചെയ്യുവാനും വെള്ളിപ്പുള്ളി വാങ്ങുവാനും അച്ഛൻ തന്നിരിക്കുന്ന വരമാണെന്ന് അദ്ദേഹം പറയും. ആൾക്ക് സത്യമില്ല, ആൾക്ക് ന്യായമുള്ളൂ. ആരപേക്ഷിച്ചു അവിടെ ചെല്ലുക, വേല ചെയ്യുക, വെള്ളിപ്പുള്ളി വാങ്ങുക എന്ന് പറയും. അപ്പം കഷ്ടം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് അദ്ദേഹം കൊട്ടേഷൻ്റെ ആളല്ല, ഉപദ്രവകാരിയല്ല എന്ന്. അദ്ദേഹത്തിനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് അഭിഷ്ടവും സാധ്യമാക്കി തരും. ഞാൻ പറഞ്ഞു, അദ്ദേഹം ദൈവമാണ്. പക്ഷെ ആ ദൈവത്തിനെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും, പല ആവശ്യക്കാരും വരുമല്ലോ. ഒരു ക്ഷേത്രമാകുമ്പോൾ അല്ലെങ്കിൽ കർമ്മിയുടെ അടുത്തേക്ക് പല ആവശ്യക്കാരും വരും. ഒരാൾ മാത്രമാവില്ല, പുഷ്പാഞ്ജലി കഴിക്കാൻ മാത്രമാവില്ലേ വരിക. അപ്പം അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ, ഇപ്പം ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് തലവേദനയും എനിക്ക് മാത്രമല്ല ശരീരത്തിൽ കാണുന്ന എല്ലാ രോഗങ്ങൾക്കും എല്ലാ അവസ്ഥകൾക്കും നമ്മളൊരു ഡോക്ടറെ സമീപിക്കും. അപ്പോൾ ആ ഡോക്ടർ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന വെച്ചെങ്കിൽ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തരും, അതിനുള്ള ചികിത്സകൾ ചെയ്യും. അദ്ദേഹത്തിന് പറ്റാത്ത ഇന്ന ആളുടെ അടുത്ത് പോക്കോളോ, ഇന്ന മാതിരി ചെയ്തോളോ എന്ന് അത് നിർദ്ദേശം തരും. അപ്പം അതുപോലെ തന്നെ വിഷ്ണുമായ ചാത്തൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ കാര്യങ്ങളാണ് ഉണർത്തിച്ചു കഴിഞ്ഞാൽ ശരിയാകാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൃത്യമായിട്ട് അദ്ദേഹം ശരിയാക്കി തരും. ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ ദ്രോഹിക്കുക അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. എങ്കിലും ഇതേപോലെ തന്നെ ഭക്തജനങ്ങൾ വന്നിട്ട് കൂടുതൽ ഇങ്ങനെ പറയുമ്പോൾ, കർമ്മം ചെയ്യുമ്പോൾ അദ്ദേഹം അത് ചെയ്തു പോകുന്നു. അതേപോലെ ആ കർമ്മികൾ എല്ലാം ഒരേ മനസ്സുള്ള കർമ്മികളായിരിക്കില്ല. അപ്പം മനുഷ്യൻ്റെ മനസ്സ് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൽ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഗായകനുണ്ട്,
അതേപോലെ തന്നെ വെറുകെട്ടുകാരുണ്ട്, ചായക്കടക്കാരുണ്ട്, ഹോട്ടലുകാരുണ്ട്, സംഗീതജ്ഞനുണ്ട്, അഭിനേതാവുണ്ട്, ക്രൂരനുണ്ട്. അതേപോലെ തന്നെ എല്ലാം മനുഷ്യൻ തന്നെയാണ്. അതൊക്കെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളും തന്നെയാന്ന് പറയും. പക്ഷേ ഈ പറഞ്ഞു വന്നത് കർമ്മികളും അവർ പല മനസ്സോടു കൂടിയിരിക്കുന്ന ആളുകളുണ്ടാകും. അവർക്കും പൈസ കിട്ടിയാൽ മതി. അപ്പോൾ ഒരാളുടെ വിഷമം വന്നിട്ട് പറയുമ്പോൾ ഇന്ന മാതിരിയാണ്, എന്നെ അത് ചതിച്ചു, എനിക്ക് അവിടെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ എതിർപക്ഷത്താൻ നിൽക്കണം, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, എനിക്ക് ഇന്ന മാതിരി കാര്യങ്ങളോട് നടത്തി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർമ്മി പറയണ ഇന്ന മാതിരി ചെയ്തോളൂ, ഇന്ന മാതിരി ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന മാതിരി നമുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവിടെ പോയിട്ട് അത് തീർത്തിട്ടാണ് വരിക. അപ്പം അത് പറഞ്ഞത് ഏത് കയറി ചെല്ലാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്തായാലും ശരി ഭഗവാൻ എത്തിയിരിക്കും. അതവിടെ അത് വന്നിട്ട് അതിൻ്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുത്തിട്ടേ തിരിച്ചു പോരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. എന്നാലും ശ്രമിക്കില്ല. അപ്പം അത് കിട്ടുന്ന ആൾക്ക് അദ്ദേഹത്തിന് ദുരിതങ്ങളായി, കഷ്ടങ്ങളായി, ആളുടെ നിത്യനിദാന കാര്യങ്ങളൊക്കെ വീഴ്ചകൾ വന്നു, രോഗങ്ങളും മാനസികമായിട്ടുള്ള അവസ്ഥകളും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം അവിടെ നോക്കിയറിഞ്ഞ് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവണത്, എന്താണ് ഇങ്ങനെ വീഴ്ചകൾ ഉണ്ടാവണത്, എന്താണ് എൻ്റെ കുടുംബത്ത് ഇത്രയും ദിവസങ്ങളായിട്ട് ഇങ്ങനെ കുറേ അപസ്വരങ്ങളും അപശബ്ദങ്ങളും, അല്ലെങ്കിൽ ആരൊക്കെയുള്ള പോലെ, അല്ലെങ്കിൽ വലിച്ചെറിയുന്ന പോലെ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, കുടുംബക്കാർക്ക് എല്ലാവർക്കും ദുരിതങ്ങൾ അങ്ങനെ വരാൻ എന്താ കാരണമെന്ന് അദ്ദേഹം ചെന്നിട്ട് ഒരു നോട്ടക്കാരൻ്റെ അടുത്തോ അല്ലെങ്കിൽ തുള്ളക്കാരൻ്റെ അടുത്തോ പോയിട്ടൊക്കെ അറിയുമ്പോഴാണ് ഇവിടെ വന്നിരിക്കുന്നത് സംഗതികളെ മാതിരി എത്തിയിട്ടുണ്ട്. ആ ചാത്തൻ്റെയാണ് ബാധ. ചാത്തനോട് കൂടി കരിങ്കുട്ടിയുണ്ട്, അല്ലെങ്കിൽ ചൊവ്വയുണ്ട്, അല്ലെങ്കിൽ കാളിയുണ്ട്, അല്ലെങ്കിൽ ഗുളികനുണ്ട്. അങ്ങനെ പറയുമ്പോൾ അതിനെ ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ മാത്രമേ അദ്ദേഹം പിടുത്തം വിട്ടു പോരുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചാലും ആള് പോരില്ല. ആ ബോഡിയുമേ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും ഇവിടെ, അല്ലെങ്കിൽ ആ സാന്നിധ്യം അവിടെ ഉണ്ടാവുന്നു. അപ്പൊ കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മങ്ങൾ തീർക്കുമ്പോൾ ആ കർമ്മങ്ങൾ ചെയ്തിട്ട് ഇതിനെ ബന്ധിക്കലല്ല ഉചിതം. അതിനെ നാണയത്തിലേക്കോ മറ്റു ഉപാധികളിലേക്കോ ആവാഹിച്ച് അതിനെ കൃത്യമായിട്ട് നിവേദ്യാദികളൊക്കെ ചെയ്ത് ഉദ്ദേശിക്കുക. എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് വെച്ചെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് തന്നെ എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നമുക്കും നമ്മുടെ മൂർത്തികൾക്കും കുഴപ്പമില്ലാത്ത തരത്തിൽ, ദുരിതമില്ലാത്ത തരത്തിൽ എവിടെ നിന്നാണ് വന്നത് വെച്ചെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് തന്നെ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ വായുമണ്ഡലത്തിലേക്ക് ഇട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം ആ സ്ഥലത്തേക്ക് തന്നെ എത്തിപ്പെടും. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ ഇരിക്കല്ല, അദ്ദേഹത്തിൻ്റെ ശക്തി അവിടെ ഉണ്ട്. പക്ഷേ ഈ വന്നിട്ടുള്ള സ്ഥലങ്ങൾ എവിടേക്കാണെന്ന് വെച്ചാൽ ആ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അവിടെ ഇരുന്നാലും ഇവിടെയാണ് ഇരുന്ന് നിയന്ത്രിക്കുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകൂടെ എന്ന്. അപ്പോൾ ആ വിഷ്ണുവായ ഭഗവാനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. വിളക്ക് വെക്കാനേ പറ്റുള്ളൂ, വിളക്ക് വെക്കുക. അതിലൊന്നും കൂടിയും ഉയർന്നിട്ടുള്ള ആളുകൾ കർമ്മം ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യുക. നിത്യം പഞ്ചാർച്ചന പൂജ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പഞ്ചാർച്ചന പൂജ ചെയ്യുക. അപ്പോൾ കർമ്മികളാണ് ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അവരോട് പറയണ്ട, അവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്താലേ അവർക്ക് പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അത് പ്രത്യേകിച്ച് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് അതിന് ശക്തിയാകുന്ന തരത്തിൽ ഈ പ്രേത ദുരിതങ്ങളോ മറ്റ് മൂർത്തിഭാവങ്ങളുടെ സാന്നിധ്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതായത് ഒരു മാറാലം മുടി പോലെ അതന്നെ അവരുടെ ശക്തിനെ ഇല്ലാതാക്കും. അപ്പോൾ ആ മാറാലം മൂടി എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ദുരിതങ്ങളായി അശുദ്ധിയായും തോന്നുന്നുണ്ട് വെച്ചാൽ അതിനെ തീർത്ത് കഴിഞ്ഞിട്ട് അതിനെ നീക്കം ചെയ്തതിന് ശേഷം അവർക്ക് നല്ല കർമ്മങ്ങൾ കൊടുക്കുക. അപ്പോൾ അവർ വീണ്ടും ശക്തിയായിട്ട് തന്നെ നിലകൊള്ളും. പിന്നെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശുദ്ധി വരുത്തിയതിന് ശേഷം കർമ്മങ്ങൾ ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ കോഴീനെ കറുത്തിട്ടുള്ള നല്ല കർമ്മങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഭഗവാൻ അവിടെ നല്ല ശക്തി ചൈതന്യത്തോടു കൂടി തന്നെ നിൽക്കും. അതിന് ചില സ്ഥലങ്ങളിൽ കളങ്ങളുണ്ടാകും. കളം കഴിക്കാറുണ്ട് വിഷ്ണുമായിക്ക്. കളം കഴിക്കാൻ പറ്റില്ലെങ്കിൽ അതിന് തുല്യമായ തരത്തിലുള്ള കർമ്മങ്ങൾ കൊടുക്കുക, എന്നാലും ഭഗവാൻ സന്തോഷിച്ചോളും. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇത്രയും തരത്തിൽ നല്ല ശക്തമായിരിക്കുന്ന തരത്തിൽ കുടിവെച്ചിരിക്കുന്നതായ ക്ഷേത്രങ്ങളുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഭഗവാൻ ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം, ആർക്ക് വേണമെങ്കിൽ വിളിക്കാം, പ്രാർത്ഥിക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ കുടിവെച്ച് ആരാധിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ തലമുറകൾക്ക് ചെയ്യാൻ പറ്റിയില്ല വെച്ചെങ്കിൽ അത് വലിയ ദുരിതത്തിലും വിഷമത്തിലാണ് എത്തുക. അപ്പോൾ ആവുന്നതും അതിനെ വേണ്ടി ശ്രമിക്കാതിരിക്കുക. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഉപാസിക്കുന്നതുകൊണ്ടും തെറ്റില്ല. ഉപാസന എന്ന് പറയുമ്പോൾ അത് സേവയിലേക്കിനെത്തുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുടിയിരുത്തണം, വിഗ്രഹം വെക്കണം എന്നുള്ളതൊക്കെ തോന്നും.
സാധാരണ പിന്നെ ഫോട്ടോ വെച്ചു, ഫോട്ടോ ഇല്ലെങ്കിൽ തന്നെ ഭഗവാനെ സങ്കല്പിച്ചിട്ട് പ്രാർത്ഥിച്ച് നിത്യം 2 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, യാതൊരു തെറ്റില്ല. നമ്മൾ മറ്റെല്ലാ ദേവീദേവന്മാരെ പോലെ തന്നെ ഇദ്ദേഹത്തിന് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തെറ്റില്ല. പക്ഷെ കുടിയിരുത്തുമ്പോൾ അതവിടെ ബന്ധമായി അവിടെ. അപ്പോൾ അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കാലശേഷം നമ്മൾ കുടിവെച്ച ആള് അല്ലെങ്കിൽ ആ കുടുംബത്തിലത്തെ ഒരു കാരണവര് അതിനെ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചിട്ടവട്ടം തെറ്റാതെ അതിനെ ഉപാസിക്കാനും കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടു നടക്കലല്ല. അപ്പം അങ്ങനെ വരുമ്പോഴും അതിന് പേര് പറയും, നമുക്കെ കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നുള്ളതൊക്കെ പറയും. അപ്പം അതിനെ ഇതേപോലെ തന്നെ ആചാരങ്ങളൊക്കെ മുറ തെറ്റാതെ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം സ്വർഗമായിട്ട് തന്നെ വരിക. വലിയതായാലും ശരി, ആപത്തനർത്ഥങ്ങൾ ഒഴിഞ്ഞ് മാറ്റാൻ്റെതായ ശത്രുദോഷങ്ങളോ കർമ്മതടസ്സങ്ങളോ ബന്ധനങ്ങളോ പ്രേതദുരിതങ്ങളോ വരാതെ കണ്ട് ഈ മൂർത്തികൾക്കും നമ്മളെ രക്ഷിക്കാനായിട്ട് കഴിയും. കാരണം നമ്മുടെ ദേവന നമ്മുടെ കുടുംബ. അപ്പോൾ കൊണ്ടുവരുന്നവരാരും ആരാധിക്കുന്നവരൊക്കെ ഒന്നും തെറ്റില്ല. പക്ഷെ വിഗ്രഹം കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതിൽ ഇത് പേടിപ്പിക്കലല്ല. പലരും ഇതേപോലെ തന്നെ കരിശക്തി എന്നുള്ള രൂപേണ മേടിച്ചു കൊണ്ടുവന്നിട്ട് വീടിൻ്റെ അകത്തോ ബെഡ്റൂമിലോ റാക്കിലോ ഒക്കെ വെച്ചിട്ട് അത് പിന്നീട് കർമ്മം ചെയ്യാൻ പറ്റാണ്ടാവുക. കാരണം അവരുടെ മനസ്സിലിതില്ല. ഇത് തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരുന്നവർക്ക് അത് മാത്രമായിരിക്കും അവരുടെ ജീവൻ. അതിനെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥത വരും. ആ ദേവീദേവനെ ഒന്ന് കഴുകിയില്ലെങ്കിൽ, അവരെ പൂജ ചെയ്തില്ലെങ്കിൽ, വിളക്ക് വെച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടായിരിക്കും. കാരണം അതിലേക്ക് മാത്രമായിരിക്കും മനസ്സുണ്ടാകുക. അതേപോലെ തന്നെ ഒരു അവസ്ഥ വേറെ ഒരാൾക്ക് കൊണ്ടുപോകാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം ഇത് 4 ദിവസം വിളക്ക് വെച്ചു, 4 ദിവസം കർമ്മം ചെയ്തു, 5-ാം ദിവസം അവിടെ ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. എന്നാൽ നമുക്ക് എണ്ണ നോക്കി നോക്കിയിരിക്കാൻ പറ്റില്ല. നമുക്ക് പല പണിക്കാരുണ്ട്, പല ആവശ്യക്കാരുണ്ട്, എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം. പക്ഷെ അതിന് ഒരാളെ തരപ്പെടുത്തിയിട്ട് മാത്രമേ അതിനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതിൽ എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആരാധിക്കണമെങ്കിൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹത്തിന് വിളക്ക് വയ്ക്കാം, ഇനി ആഴ്ചയില മാസത്തിലൊരിക്കൽ അദ്ദേഹത്തിന് നിവേദ്യാദികൾ വയ്ക്കാം, അതിൽ നിന്ന് യാതൊരു തെറ്റുമില്ല. ഭഗവാൻ സന്തോഷത്തോടു കൂടി കഴിക്കും. പക്ഷേ ആ കുടുംബത്തിൽ വെച്ച ആരാധന ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ മൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവരെ ഉപേക്ഷിക്കാനും പാടില്ല. അവർക്കും കർമ്മങ്ങൾ കൊടുക്കുക. അപ്പോൾ വിഷ്ണുമായോടൊപ്പം ദേവിയോ അല്ലെങ്കിൽ ഭഗവതി സാന്നിധ്യമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഭഗവതിക്ക് സമർപ്പിക്കുക, ഒരു ഇല വെച്ചിട്ട് അവർക്ക് നേദിക്കുക, അല്ലെങ്കിൽ അവരെ പൂജിക്കുക. വിഷ്ണുമായനെ മറ്റും ഓർഡറായിട്ട് ഇങ്ങനെ വയ്ക്കുക. അത് വല്ല തറകളോ സാന്നിധ്യങ്ങളോ സ്ഥാനികരങ്ങളോ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതിന് എങ്ങനെയാണ് വെച്ച് പറഞ്ഞ അതേ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യാം. അല്ലാത്ത പക്ഷം ഒരു കർമ്മം കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഈ ഓർഡർ അനുസരിച്ച് ചൊവ്വ അല്ലെങ്കിൽ ചാത്തൻ, കരിങ്കുട്ടി അങ്ങനെ കൊടുക്കുക. ആരൊക്കെ ആണെങ്കിൽ അത് ചെയ്യാം, വീരഭദ്രനും ആരൊക്കെ ചെയ്യാം. അവസാനം ഗുരുമുത്തച്ഛനെയും അതിൽ കൊണ്ടുവന്ന ഗുരുമുത്തച്ഛനെ മാത്രം സങ്കല്പിച്ച് മതി. മറ്റെല്ലാ മുത്തച്ഛന്മാരും ഗുരുക്കന്മാരിനൊക്കെ അതിൽ നമ്മൾ എവിടെ എത്തിക്കൊള്ളും. ഒരാൾക്ക് കളട്ടാൽ മതി. അപ്പം അങ്ങനെ വിഷ്ണുവായിക്ക് പ്രത്യേകം കർമ്മം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ 9 അടിക്കാണ് കളം കിട്ടുക. 9 അടി എന്ന് പറഞ്ഞാൽ 9 അടി നീളത്തിലല്ല, 9 കള്ളി എന്നുള്ളതിലാണ്. ആ 9 അടിക്ക് കളം കെട്ടിയിട്ട് അതിൽ ഇലക്കഷ്ണങ്ങൾ ആ കള്ളിയിൽ ഉതകുന്ന തരത്തിൽ കൊള്ളാവുന്ന തരത്തിലുള്ള ഇലക്കഷ്ണങ്ങൾ വയ്ക്കുക. അപ്പം ഇത് ചെയ്യുമ്പോൾ ഒന്നുകിൽ സ്ഥലത്തിൻ്റെ പരിമിതി നോക്കിയിട്ട്, ഇനി അവിടെ കളടാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ ഇലയിലിടാം. അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലം, ചാണം തേച്ചിട്ടുള്ള വളരെ നന്നായി. ആ ചാണം തേച്ച സ്ഥലത്ത് നല്ല ചാണകപ്പൊന്നും തേക്കപ്പൊക്കെ അങ്ങനത്തെ ഒരു കളങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതായ ഒക്കെ വിരിച്ചിട്ടുള്ളതാണ്, കട്ടകളൊക്കെ വിരിച്ചിട്ടുള്ളതാണ്. അവിടെ ആണെങ്കിൽ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഏകദേശം ഒരു 1-1.5 അടി അല്ലെങ്കിൽ 2 അവിടുത്തെ സാഹചര്യം പോലെ ഒരു പാന്തക്കോലെന്ന് പറയും. പാന്തക്കോലെന്ന് പറയുമ്പോൾ ഈ സൗകര്യം തെങ്ങിൻ്റെ അടിപ്പട്ട മുറിച്ചിട്ട് അതിലൊരു 1.5 അടിക്കോ അല്ലെങ്കിൽ 2 അടിക്കോ ആ നീളത്തിൽ സമചതുരത്തിലായിരിക്കണം കളം. അതൊരു സ്കെയിൽ പോലെ മുറിച്ചിട്ട് അതിൽ അരിപ്പൊടി, പച്ചപ്പൊടി ഉണക്കിയിട്ട് അതാണ് നല്ലത്. ഇനി വാങ്ങിക്കുന്ന പൊടിയായാലും തെറ്റില്ല. അപ്പോൾ അതിൽ ആദ്യം ഉമിക്കരി പരത്തുക. ഞാൻ വിഷ്ണുവായിക്ക് മാത്രമുള്ളതേ പറയുന്നുള്ളൂ. ആ വിഷ്ണുവായിക്ക് വന്നതിന് ശേഷമുള്ള മറ്റു മൂർത്തികളുണ്ട് വെച്ചെങ്കിൽ അതും ഇതേപോലെ തന്നെ നീളത്തിൽ ഉമിക്കരി കൊണ്ട് ഇങ്ങനെ പരത്താം. ഏകദേശം ഒരു കളം ഇടുന്നതിൻ്റെ ഒരു 2 വിരല് 3 വിരല് അങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട്. കാരണം അതിൻ്റെ പുറമെ ഒന്ന് അലങ്കരിക്കണമെന്ന് വെച്ചെങ്കിൽ അങ്ങനെയാകാം. അപ്പോൾ അതിൽ 9 അടിക്ക് കളം കിട്ടിയിട്ട്
അരിപ്പൊടി കൊണ്ട് വരയ്ക്കുക, അതാണ് കളം കെട്ടാന്ന് ഉദ്ദേശിച്ചത്. എന്നിട്ട് പിന്നെ ചുവപ്പോ പച്ചയോ മഞ്ഞോ എന്ത് വർണ്ണങ്ങളുണ്ട് വെച്ചില്ല അതിലൊക്കെ അലങ്കരിക്കാം. എന്നിട്ട് അതിൽ ഇലക്കഷ്ണം വെച്ചിട്ട് അരി നെല്ലും വയ്ക്കുക. ഈ നെല്ല് വറുത്ത് കുത്തിയ തവിട് അതെല്ലാ ഇലക്കഷ്ണത്തിലും വയ്ക്കുക, ഇലയിലും വയ്ക്കുക. അതിന് നടുക്കിൽ കുറച്ച് കൂട്ടിങ്ങനെ ഇടുക. അതെന്തിനാന്ന് പറഞ്ഞാൽ തിരികളൊക്കെ നമുക്ക് കത്തിക്കുമ്പോൾ ചിലപ്പോൾ ചിലർ 9 കളത്തിലും വയ്ക്കും, ചിലർ അതിൻ്റെ സെൻറ്ററിൽ മാത്രമേ വയ്ക്കുക. അപ്പോൾ ഒരു സ്വല്പം ഇങ്ങനെ ഒരു അങ്ങനെ ഒന്ന് കുനിച്ച് അല്ലെങ്കിൽ ഒരു ഉയർച്ചയോട് കൂടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീതെ തിരി വയ്ക്കാം. അവർ സ്വല്പം കുന്നുകൂട്ടിയിടുക. അപ്പോൾ ഇതിൽ അരിനെല്ല് വെച്ചു, തവിട് വെച്ചു, ഇനി മലരോ അവിലോ എന്ത് വേണമെങ്കിലും വയ്ക്കാം. കൽക്കണ്ടം പഴം മുന്തിരിയൊന്നും വേണ്ട, കാരണം അത് പിന്നെ കവളാചാരമാണ്, മധ്യമകർമ്മമാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് വിഷ്ണുവായിക്ക് ഇഷ്ടമുള്ളതായ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കള്ള്, കുരുതി, മറ്റേ കോഴി, അതേപോലെ തന്നെ ബ്രാൻഡി, ഇതൊക്കെ ഭഗവാന് അത്യാവശ്യം വേണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കർമ്മങ്ങൾ ചെയ്തിട്ട് ഇത് ഈ പറഞ്ഞ സംഗതികളൊക്കെ എടുത്ത് വയ്ക്കുക. കളം പൂജിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഗുരുതി, കള്ള്, അതേപോലെ തന്നെ ബ്രാൻഡി ഇതൊക്കെ വയ്ക്കുന്നു. അതേപോലെ തന്നെ കോഴീനെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആവശ്യമുള്ളതാണ്. കോഴീനൊക്കെ കർമ്മം ചെയ്യുക, എന്നിട്ട് അത് വെച്ച് നിവേദിക്കുക. അപ്പോൾ അതിലേക്ക് ഈ തിരി കത്തിച്ച് വെച്ചു. തിരിയുടെ അവിടേക്ക് തിരിയുമേ കത്താതെ നനയാതെ ഈ വാഴയുടെ ഇല കഷ്ണം കൊണ്ട് ഈ ഗുരുതിയിൽ നോക്കിയിട്ട് കളത്തിലേക്ക് പൂജിക്കുക. അതേപോലെ തന്നെ ബ്രാൻഡിന്നും കള്ളൊന്നും പൂജിക്കുക. തിരി നനയാണ്ട് നോക്കണം. തിരി നനഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കെട്ടുപോകും. കെട്ടുപോയിട്ട് വിരോധം ഉണ്ടായിട്ടല്ല, വീണ്ടും കത്തിക്കാൻ നിൽക്കേണ്ട നനഞ്ഞ കൈകൊണ്ട്. അപ്പം അങ്ങനെ ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഭഗവാനോട് അധികം വിശ്വാസമുള്ളത്, ഭക്തിയുള്ളത്, ഇഷ്ടമുള്ള ആർക്കാർക്കും വന്നിട്ട് പൂജിക്കുക, അതിന് തെറ്റില്ല. അപ്പം മനസ്സിൻ്റെ ശുദ്ധിയാണ് ഏറ്റവും വലിയ ശുദ്ധി. അപ്പം അങ്ങനെ കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരിക്കും. ഇനി ഇതല്ലാതെ അദ്ദേഹത്തിന് ഉത്തമത്തുള്ള കർമ്മങ്ങൾ ആണ് ചെയ്യേണ്ടത് വെച്ചെങ്കിലോ ഇതേപോലെ തന്നെ കളം കെട്ടിയിട്ട് അതിൽ അരിനെല്ലും വയ്ക്കുക, പുഷ്പം വയ്ക്കുക. കളത്തിൽ പുറത്ത് അദ്ദേഹത്തിൻ്റെ മലര്, അവല്, ശർക്കര, കൽക്കണ്ടം, പഴം, മുന്തിരി ഇത്യാദികൾ വെച്ചിട്ട് നിവേദ്യം സാധാരണ ചെയ്യണത്. പിന്നെ അതിൽ തന്നെ വേണമെങ്കിലെന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ തന്നെ ആചരിക്കണം. നിറയെ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയെ എന്ന് പറഞ്ഞ പോലെ കാണുമ്പോൾ നല്ല പൊളിച്ചല്ലേ, പുട്ട്, പഴം, അത് ഇത് അങ്ങനെ നിറയെ ഇതിലൊക്കെ വയ്ക്കാം. അപ്പം ഇദ്ദേഹത്തിന് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിവേദ്യം വെച്ചു, ശർക്കര, പഴം, മുന്തിരി, അവല്, മലര്, കൽക്കണ്ടം അതോട് കൂടിയിട്ട് ഇനി പായസമൊക്കെ നിവേദിക്കാം. അപ്പം അദ്ദേഹത്തിന് വിഷ്ണുമായിക്ക് പഞ്ചാരത്തിന് പൂജ കഴിഞ്ഞാലേ ആദ്യം പിന്നെ നിവേദ്യമാണ് വയ്ക്കേണ്ടത്. അത് നിവേദിക്കുക. ആ നിവേദ്യം മാറ്റി കഴിഞ്ഞാൽ കർപ്പൂരം ആരാധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഈ മധ്യമകർമ്മങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ വിശേഷമായി. അപ്പോൾ വർഷത്തിലൊരിക്കലും ശരി കോഴീനൊക്കെ കർമ്മം ചെയ്യുക. അതും ആ കുടുംബം 4-ാം ഇടത്തിൽ എത്ര മക്കളുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ സന്തോഷത്തോടു കൂടി വേണം ചെയ്യാൻ. ഒരാളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ 2 ആൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് എല്ലാവരും മനസ്സിൻ്റെ സന്തോഷം ഉണ്ടായിരിക്കണം. നമ്മൾ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യുമ്പോഴാണ് ഭഗവാൻ അത് കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാകുക. നമ്മൾ സന്തോഷമില്ലാത്തല്ലേ, തൃപ്തി ഇല്ലാതെ ഒരാൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ തന്നെ എന്താ ആൾക്കാരും ഒരു ഭയങ്കര വിഷമമുണ്ടല്ലോ, കഴിക്കാൻ തോന്നില്ല. അതല്ല ഹാപ്പിയിൽ കൊടുത്താലോ അദ്ദേഹത്തിന് എന്ത് കൊടുത്താലോ അത് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ ആ കുടുംബത്തിലെ പൂർണ്ണമായിട്ടല്ല എല്ലാ മക്കളും, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും സഹകരിക്കാൻ നോക്കുക. അതുപോലെ ഭഗവാനെ ആവശ്യമുള്ള ഞാൻ പറഞ്ഞു, ബ്രാൻഡി, കള്ള്, അതേപോലെ തന്നെ മറ്റേ ഗുരുതിയൊക്കെ പറഞ്ഞു. ഗുരുതി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ, ചുണ്ണാമ്പ് ഒക്കെ വെള്ളത്തിൽ പാത്രത്തിൽ കലക്കി കഴിഞ്ഞ് ഗുരുതിയാവും, ചുവന്ന കളറിൽ. അപ്പോൾ ഇതിനെ പൂജിക്കുന്നവർ ഈ മദ്യം കഴിക്കണമെന്ന് നിർബന്ധം ഒരാളും പറയണില്ല. അപ്പോൾ നേരത്തെ കാലത്തൊക്കെ പറയിങ്ങനെ ഈ മാന്ത്രികത്തിനൊക്കെ ഇരിക്കുമ്പോൾ ഭഗവാനൊക്കെ പൂജിച്ചിട്ടുള്ളതായ ആ ഒരു ഗ്ലാസ്സിൽ ചാരായത്തിലോ ഒക്കെ വെച്ച് പൂജിച്ചിട്ട് അതിൻ്റെ മീതെ ഇലക്കഷ്ണം വെച്ച് ജപിച്ചിട്ട് അത് കർമ്മിക്ക് കൊടുക്കണം. അത് കർമ്മി കുടിക്കുക. അതിനതിൻ്റെ പവറൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കും ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് സുഖം അല്ലെങ്കിൽ നല്ലതല്ല ഉണ്ടാവണം, അനർത്ഥങ്ങൾ ഉണ്ടാവണം, വിഷമങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഒരു വ്യക്തിയോടുള്ളതായ ഒരു ഇഷ്ടക്കുറവ് നമ്മുടെ ആ ദേവനോടും കൂടി ഉണ്ടായിരിക്കും. കാരണം ഇദ്ദേഹത്തിന് അത് വെക്കുന്ന കാരണമല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം നടന്ന കാരണമല്ല അദ്ദേഹം കഴിച്ചേ എന്നൊക്കെ തോന്നുക. അപ്പോൾ ഒരു കർമ്മിയിൽ ശരി ദിവസം അദ്ദേഹത്തിന് സാന്നിധ്യത്തിൽ വരണം, തുള്ളലുണ്ട് അല്ലെങ്കിൽ നിയോഗത്തിൽ വരണം വിചാരിക്കുക. അപ്പോൾ ദിവസം ആൾക്ക് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 മാസം അടുപ്പിച്ച് തുള്ളലുണ്ട് വെച്ചെങ്കിൽ മാസം അടുപ്പിച്ച് ഇദ്ദേഹം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എന്തായിരിക്കും?
അതുകൊണ്ടാണ് പറഞ്ഞത് പരമാവധി കഴിക്കാതിരിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ അതിന് അഡിക്റ്റ് ആവും, പിന്നെ അത് വലിയ അനർത്ഥങ്ങളായിട്ട് വരിക. അപ്പോൾ ഭഗവാൻ വിളിച്ചു കഴിഞ്ഞാൽ, വിഷ്ണുമാചാത്തനെ വിളിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഭക്തന്റെ സങ്കടം കേൾക്കാനും അദ്ദേഹം പ്രാപ്തനാണ്. ഏത് ശക്തമായിരിക്കുന്ന അടച്ചിട്ടുള്ള ഏത് റൂമിലേക്കും ഭഗവാൻ എത്തിപ്പെടാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ബന്ധിക്കാൻ പറ്റില്ല എന്നാണ്. അഥവാ ബന്ധിച്ച ഇത്ര നാഴിക 3.5 നാഴികയൊക്കെ പറയാം. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ വെച്ച് ആരാധനയുണ്ട്, സങ്കല്പങ്ങളല്ല, ക്ഷേത്രമുണ്ട്, വിഗ്രഹാരാധനയുണ്ട് വെച്ചെങ്കിൽ അതിനെ തലമുറകളായിട്ട് കൈമാറാനായിട്ട് പഠിപ്പിക്കുക. അപ്പോൾ മക്കളുണ്ട് വെച്ചാൽ മക്കളോട് പറഞ്ഞു കൊടുക്കുക, ഇത് ഇന്നതാണ്, നമ്മുടെ പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്, ഇത് ദൈവമാണ്, ഈ ദൈവത്തിന് എന്നെ മാതിരിയൊക്കെ പൂജിക്കണം. അതിനെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ദോഷങ്ങളുണ്ടാകും, അതിൻ്റെ ദുരിതങ്ങളോ ശാപങ്ങളോ ഉണ്ടാകും. അത് നമുക്ക് തടുക്കാൻ പറ്റില്ല. അപ്പം ഇതിനെ നിലനിർത്തി പോവുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്നും ദുരിതങ്ങളൊന്നും ഇല്ലാതെ നല്ല നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി നല്ല ആരോഗ്യത്തോടു കൂടി പോകാനായിട്ട് പറ്റും എന്നുള്ളത് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ആ മക്കളും അവരുടെ മക്കൾക്കോ തലമുറകൾക്കോ പറഞ്ഞു കൊടുക്കും. അപ്പം നല്ലത് ചെയ്യുമ്പോഴാണ് ആ നല്ലത് മാത്രം തലമുറകൾക്ക് പറയാനായിട്ട് പറ്റുന്നത്. അത് വെല്ലിച്ചോണ്ടാകുമ്പോൾ വഴക്കും കാര്യങ്ങളും വെള്ളമടിച്ചിട്ട് അലമുണ്ടായി കഴിഞ്ഞാൽ ആ സാധനം തൊണ്ടാന്ന് പറയും. അപ്പോൾ അവർക്ക് ഏറ്റവും പേടിയുള്ള വെറുപ്പുള്ളത് സംഭവമായിട്ടത് മാറുക. അപ്പോൾ ഈ അറിവുകൾ എല്ലാവരും ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് നോക്കുക. അദ്ദേഹത്തിൻ്റെ കർമ്മരീതികൾ അറിയാത്തവർക്ക് ഇത് പാഠമാകട്ടെ. അപ്പം എൻ്റെ ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.